നാട്ടുമാങ്ങയും നാടൻ ചക്കയുമൊരുക്കി വൈവിധ്യങ്ങളുടെ പ്രദർശനമൊരുക്കി CDS പെരിങ്ങോം. This news is brought to you by സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് CDSന്റെ ആഭിമുഖ്യത്തിൽ പാടിയൊട്ടിച്ചാലിലാണ് ചക്കമാങ്ങ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ബസ് സ്റ്റാൻഡിന് സമീപം തയ്യാറാക്കിയ പ്രത്യേക സ്ഥലത്ത് നടന്ന പരിപാടി പെരിങ്ങോം പഞ്ചായത്ത് പ്രസിഡന്റ് K. ലളിത ഉദ്ഘാടനം ചെയ്തു. വിഷമലിനമായ ഈ കാലത്തെ ചക്കയുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും നമ്മുടെ ചക്ക 10 രൂപക്ക് നമ്മൾ വിൽക്കുന്ന ചക്ക അത് സംസ്കരിച്ച് ഒരു ചിപ്സോ കറിവേലാക്കിയാൽ നമുക്ക് 200-300 രൂപയ്ക്ക് അത് വിൽക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ വരുമാനം വർദ്ധിക്കുവാനും സ്ത്രീ ശാക്തീകരണത്തോടെ കുടുംബശ്രീയുടെ അതിൻ്റെ വളർച്ചയുടെ ഒരു നാഴികക്കല്ലായാണ് ഈ ചക്ക ഫെസ്റ്റും മാമ്പഴ ഫെസ്റ്റും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി. ഇത് മാത്രമല്ല, വീണ്ടും നമ്മൾ പാഴാക്കി കളയുന്ന പല സാധനങ്ങളും നമ്മുടെ നാട്ടുപുറത്തോ അല്ലെങ്കിൽ ഉണ്ടാവും. അതെല്ലാം പല ടെക്നിക്കുകളും അതുപോലെ നൈപുണ്യം വെച്ച നമ്മുടെ സഹോദരിമാർ അതെല്ലാം സംസ്കരിച്ച് നമുക്ക് പുതിയൊരു ഇനിയും ചക്ക കൊണ്ട് എന്തൊക്കെയോ നമുക്കാകാനുണ്ട്. ഇന്ന് നമ്മുടെ പഞ്ചായത്തിൽ 300 കുടുംബശ്രീ യൂണിറ്റിൽ നിന്നും വൈവിധ്യമാർന്ന ഓരോ സാധനങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഈ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ പുതിയ തരത്തിലുള്ള പല നൂതന വിദ്യകൾ ഉപയോഗിച്ച് പല പലഹാരങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കട്ടെ. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ലേജു ജയദേവൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഈ പഞ്ചായത്തിലെ 19 വാർഡുകളിൽ നിന്നായി 300ഓളം കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള ചക്ക ഫെസ്റ്റാണ്. വളരെ അഭിമാനം തോന്നുന്ന രീതിയിലാണ് ഇവിടെ അത് ഒരുക്കിയിട്ടുള്ളത്. ഈ മഹത്തായ ഒരു ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിൽ തന്നെ മാതൃകയാവുന്ന രീതിയിലാണ് നമ്മുടെ ഈ കുടുംബശ്രീ പ്രസ്ഥാനം സ്ത്രീ ശാക്തീകരണ രംഗത്ത് ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രസ്ഥാനമാണ് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം. അതിന്റെ കീഴിൽ നമുക്കറിയാം നിരവധി സംരംഭങ്ങൾ നമ്മുടെ സഹോദരിമാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറെ കുടുംബത്തിന് അത്താണിയായി മാറാൻ സ്ത്രീകൾക്ക് സാധിച്ചിട്ടുണ്ട്. CDS ചെയർപേഴ്സൺ O. ബിന്ദു അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. കുഞ്ഞികൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PN മനോജ്, പഞ്ചായത്ത് അംഗം K. മോഹനൻ, കൃഷി ഓഫീസർ KR ജിതിൻ, പഞ്ചായത്ത് സെക്രട്ടറി പങ്കജാഷൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ചക്കയുണ്ട്, മാങ്ങയും. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ പുതിയ രീതിയിലുള്ള പ്ലാവുകളും പുതിയ രീതിയിലുള്ള മാമ്പഴങ്ങളും കിട്ടുന്ന ഒരു കാലമായി നമ്മുടെ നാട് മാറുന്നുള്ളൂ. വളരെ സന്തോഷമുണ്ട്. ഇനി ഇത് ജഡ്ജ് ചെയ്യാൻ വിളിച്ചല്ലേ സാർ? രാവിലെ തന്നെ റെഡി ആയിട്ട് വന്നു നോക്കാം. അപ്പൊ എല്ലാവർക്കും അഭിനന്ദനമാണ്. ചക്കയുടെ ഉപാധിയുടെ വിപണനത്തെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ മാറ്റുന്നതിൽ നമ്മൾ അതീവ ജാഗ്രത പുലർത്താൻ നമ്മുടെ തനതായ വിഭവമായ വെള്ളത്തെ ഏറ്റവും വലിയ TV സവിത നന്ദി പറഞ്ഞു. ചക്കയുടെയും മാങ്ങയുടെയും വ്യത്യസ്ത ഇനങ്ങളിലായി 113ഓളം വിഭവങ്ങളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നത്. പഞ്ചായത്തിന്റെ 19 വാർഡുകളിൽ നിന്നുള്ള ADS കൂട്ടായ്മകൾ പ്രത്യേകം സംഘമായാണ് മത്സരത്തിൽ പങ്കെടുത്തത്. വിഭവ പ്രദർശന മത്സരത്തിൽ 100ലേറെ വിഭവങ്ങൾ തയ്യാറാക്കിയ 3ാം വാർഡിന് 1ാം സ്ഥാനവും 7ാം വാർഡിന് 2ാം സ്ഥാനവും 2 വാർഡുകൾക്ക് 3ാം സ്ഥാനവും ലഭിച്ചു. പഴയകാലത്തിൻ്റെ നിത്യജീവിതത്തിൽ രുചികരമായ ഭക്ഷണം എന്നതിനപ്പുറം ആരോഗ്യ സമ്പാദനത്തിന് ഉപയോഗിക്കുന്ന വിഷാംശമില്ലാത്ത ഒരു വിഭവം എന്ന നിലയിൽ പുതുതലമുറയ്ക്ക് ഒരു പരിചയപ്പെടുത്തൽ എന്ന നിലയിൽ കൂടിയാണ് ചക്ക ഫെസ്റ്റിനെ ഏവരും ആഘോഷമാക്കിയത്.
ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.